खाओ खाओ। फादर अंडा चाहिए। अंडा चाहिए? हाँ मुझे और 5 तो चाहिए। हमको दो चाहिए सर। हमको एक मिनट चाहिए। നമ്മുടെ പള്ളിയിൽ ധ്യാനം നടക്കുകയാണ്. ഇപ്പോൾ ലഞ്ച് ടൈമാണ്. എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു. ഇതാണ് നമ്മുടെ പള്ളി. ഭക്ഷണ ടേബിളാണ് കേട്ടോ. മുളയും കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. പറകെ വെച്ച് കെട്ടിയൊക്കെയാണ്. നമ്മുടെ വൈബ്രന്റ് യൂത്താണ്. വെൽക്കം. അല്ലേപ്പ. കസേരയൊന്നും വേണ്ട, അവരിങ്ങനെ നിലത്തൊക്കെ ഇരുന്നോളും. ഇവിടെ പാചകം ചെയ്ത അമ്മച്ചിമാരാണ്. ഇതൊക്കെയാണ് കറി. क्या करी है? इसका नाम क्या है? सब्जी. हाँ, സബ്ജിയാണ്. ചോറ്, അണ്ടയുണ്ട്, മുട്ടയുണ്ട്. പിന്നെ സ്പെഷ്യലി ഇവരുടെ ഇതാണ് പച്ചമുളകും ഉപ്പും. നമ്മുടെ ധ്യാനൂരാണ്. പ്രിൻസ് അച്ഛൻ ഇവിടെ ഗംഭീരാക്കിയിട്ടാ ധ്യാനം. നാട്ടുകാർ മുഴുവൻ വന്നു ഇവിടെ താമസിക്കുകയാണ്. 3-4 ദിവസം രജിസ്റ്റർ ചെയ്തുള്ള ധ്യാനം. അവർക്കുള്ള ഭക്ഷണമാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല ഭക്ഷണം. മുട്ടക്കറി, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത്. മുട്ടയുണ്ട്, പിന്നെ ഉരുളക്കിഴങ്ങ് കറിയുണ്ട്, പിന്നെ ഒരു സ്പെഷ്യൽ ഇവരുടെ തന്നെ ഒരു ചട്നി, പിന്നെ പച്ചമുളകും ഉപ്പും. അത് അവർക്ക് കമ്പൽസറി എല്ലാവരും കഴിക്കും. എന്തായാലും അച്ഛനത്തിന് നന്ദി. ഒത്തിരി പേര് വന്നു ധ്യാനത്തിന്. ദൈവം അനുഗ്രഹിക്കട്ടെ. നാട്ടിൽ കോട്ടയത്ത് കിടക്കുന്ന അച്ഛനെ കർത്താവ് ഇവിടെ കൊണ്ടിരിക്കുക. മിസ്സി ഭാഷ അച്ഛൻ പഠിച്ചുകൊണ്ടിരിക്കുക. താങ്ക് യു ഫാദർ. ഓക്കെ, താങ്ക് യു ബ്രദർ. താങ്ക് യു സോ മച്ച്. ബ്രദറാണ് നമ്മുടെ ധ്യാനഗുരു. ബ്രദറിൻ്റെ കൂടെ വേറൊരു ബ്രദറും കൂടി ഉണ്ട്. ഇപ്പോൾ 2 പേരും കൂടെയാണ് ധ്യാനിപ്പിക്കുവാനായിട്ട് വന്നിരിക്കുന്നത്. അരുണാചൽ പ്രദേശിലെ മെങ്കിയോ എന്ന സ്ഥലത്താണ് നാം ആയിരിക്കുക. മലയാളം മാലു. കുറച്ച് പേർക്കൊക്കെ ഹിന്ദി അറിയാം. പിന്നെ ഇവരുടെ ലാംഗ്വേജ് നിഷിയാണ്. നിഷി ലാംഗ്വേജ്. ഇവിടെ നിഷി കിച്ചണൊക്കെയാണ്. ഇവിടെയാണ് പാചകം ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ പാചകപ്പുര. അമ്മച്ചിമാരൊക്കെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അടുത്ത നേരത്തേക്കുള്ള ഭക്ഷണം പാകം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു. മുട്ട പുഴങ്ങിയത്, അരി. നന്നായിട്ട് പോകുന്നു, കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു. എല്ലാവരും നല്ല സഹകരണമാണ്. ഓക്കെ, ബൈ എൻജോ. ജോ ജീസു. ടാറ്റ. ജോ ജീസു. അലേപ്പരിയ. ആ, താമസിക്കുന്ന കിടക്കുന്ന ഇടമൊക്കെ ഇതാണ്. നിഷി ഘർ. ഇതാണ് കിടക്കുന്നതൊക്കെ. ആ, അലേപ്പ.